ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾ കാണുക, അത് നിങ്ങൾക്ക് അനുഗ്രഹകരമായ കാര്യമായിരിക്കും. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിൽ അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇവിടെ യേശു കർത്താവ് ഒരു സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് അവളോട് കരയണ്ട എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ നൈൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവായ യേശുവും ശിഷ്യന്മാരും ഒരു വലിയ പുരുഷാരവും കൂടി കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അവർ അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ പട്ടണത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറ്റൊരു പുരുഷാരം വെളിയിലേക്ക് വരികയാണ്. ഒരു വിധവയായ സ്ത്രീയുടെ അവർക്കുണ്ടായിരുന്ന ഏക മകൻ മരിച്ചുപോയി. എത്രയോ നാളുകൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ അവർക്ക് ഏക ആശ്രയമെന്ന് പറയുവാനായിട്ടുണ്ടായിരുന്നത് അവരുടെ മകനാണ്. ആ മകനും ഇപ്പോൾ മരിച്ചുപോയി. അങ്ങനെ ആ മരിച്ചുപോയ മകനെയും കൊണ്ട് ആ പട്ടണത്തിന് പുറത്തേക്ക് അവർ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ ഈ വാക്യങ്ങളിൽ കാണുന്നത്. അതായത് ജീവനും മരണവും തമ്മിലുള്ള ഒരു ഒത്തുചേരൽ എന്ന് വേണമെങ്കിൽ അവിടെ പറയാം. ജീവൻ്റെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തു നൈൻ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരണത്തെ ചുമന്നുകൊണ്ട് മരിച്ച ഒരു വ്യക്തിയെയും ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ജനാവലി അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. യേശു കർത്താവിനെ കണ്ടിട്ട് ലാസറിൻ്റെ സഹോദരിമാരെ അപേക്ഷിച്ചതുപോലെ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ കർത്താവിനെ കണ്ടിട്ട് എന്തെങ്കിലും ചോദിക്കുവാനോ ഒന്നും അവൾ തുനിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ കർത്താവ് അവളുടെ ആ ഹൃദയവേദന കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കരയണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനൊക്കെ കഴിഞ്ഞു എന്ന് തോന്നേക്കാം. എന്നാൽ യഥാർത്ഥമായൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുകയില്ല. തൻ്റെ ജീവിതത്തിലെ ഏക ആശ്രയമായിരുന്ന തൻ്റെ മകൻ, ഭർത്താവ് മരിച്ചുപോയി, തനിക്കിനി ആകെയുള്ളത് ആ മകനാണ്. ആ മകനും കൂടി നഷ്ടപ്പെട്ടപ്പോൾ അവളുടെ ഹൃദയത്തിലുള്ള ശൂന്യത എന്ന് പറയുന്നത് ചെറുതല്ല, അത് അതിഭയങ്കരമായ ഒരു ശൂന്യതയാണ്. യേശു കർത്താവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾക്ക് വേണ്ടി ആരെങ്കിലും മധ്യസ്ഥത ചോദിച്ചതായിട്ട് അവിടെ കാണുന്നില്ല. ഈ സഹോദരിയുടെ മകൻ മരിച്ചുപോയി, നിങ്ങൾ അവളെ സഹായിക്കണമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശു അടുത്ത് എന്നിട്ട് പറയുകയാണ്, കരയണ്ട എന്ന് പറഞ്ഞു. നമുക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങളുള്ള സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് പറയാം, കരയണ്ട, സാരമില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിന് പ്രതിവിധി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഒരിക്കലും നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറയുന്നത്, അവൻ അവളോട് പറയുകയാണ് കരയണ്ട. അവൻ കരയണ്ട എന്ന് പറയുമ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അവന് കഴിയും. മോശയുടെ ന്യായപ്രമാണപ്രകാരം ഒരു ശവമഞ്ചത്തെ തൊടുന്നവൻ അശുദ്ധനാണ്. എന്നാൽ യേശു കർത്താവ് അവിടെ ചെന്നിട്ട് ആ ശവമഞ്ചത്തെ തൊട്ടു. ആ ശവമഞ്ചത്തിൽ നിന്ന് അശുദ്ധിയൊന്നും യേശുവിലേക്ക് പകർന്നില്ല. എന്നാൽ യേശുവിൽ നിന്ന് ജീവൻ ആ ശവമഞ്ചത്തിലേക്ക് പോവുകയുണ്ടായി. യേശു പറഞ്ഞു, ബാല എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ആ ബാലൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അതെ, ഒരു വലിയ ജനാവലി ഒരു മരണത്തെ ചുമന്നുകൊണ്ട്, ഒരു മരിച്ച ആളെ ചുമന്നുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് വരുമ്പോൾ മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുവാൻ പ്രാപ്തിയുള്ള യേശു ഒരു വലിയ പുരുഷാരവും ശിഷ്യന്മാരുമായിട്ട് പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ശൂന്യതയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന, നിൻ്റെ ഹൃദയത്തിലെ ശൂന്യത മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആരും സഹായിക്കാനില്ലാതെ, അവളുടെ കണ്ണുനീർ ഒപ്പുവാൻ ആർക്കും സാധിക്കാതെ ഉള്ള ആ ഒരു സന്ദർഭത്തിൽ തകർന്നതിനെ കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ള, ജീവിതത്തിൽ എല്ലാം തകർന്നു പോയി, ഇനി യാതൊരു അവസരവുമില്ല, യാതൊരു സാധ്യതകളുമില്ല, ഇനി ഒന്നും, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിച്ചിരിക്കുമ്പോൾ നിൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പുൽകുവാൻ തക്കവണ്ണം മതിയായ ഒരു കർത്താവുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശു കടന്നു വരുമ്പോൾ മരണത്തിൻ്റെ താഴ്വരകളിലൂടെ കടന്നുപോയ ആ ഒരു ചെറുപ്പക്കാരനെ കർത്താവ് ജീവൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരവസ്ഥയിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ തകർന്ന ഹൃദയത്തോടെയും തകർന്ന മനസ്സോടെയും നീ ഇരിക്കുകയാണോ? ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം തകർന്നടിഞ്ഞവനായി നിരാശയിൽ നീ കടന്നു പോവുകയാണ്.
എന്നാൽ ഈ വചനങ്ങൾ നീ ഒന്ന് ഓർത്തുകൊള്ളുക. നിന്നെ നോക്കുന്ന, നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു യേശുവുണ്ട്. നീ ആ യേശുവിനോട് പ്രാർത്ഥിക്കുമോ? ഇവിടെ പ്രാർത്ഥിച്ചതായിട്ടൊന്നും കാണുന്നില്ല, എന്നാൽ അവളുടെ കരച്ചിൽ യേശു കണ്ടു. നിൻ്റെ കരച്ചിൽ, നീ രഹസ്യമായിട്ട് കരയുന്നതും നിൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നതും നിൻ്റെ ഹൃദയത്തിൽ ശൂന്യതയും കാണുന്ന ഒരു കർത്താവുണ്ട്. നിൻ്റെ ഹൃദയത്തിലെ ശൂന്യത മാറ്റുവാൻ നിൻ്റെ ചുറ്റും കൂടെ ഉള്ളവർക്കോ നിൻ്റെ ബന്ധുമിത്രാദികൾക്കോ ആർക്കും സാധ്യമല്ല. എന്നാൽ നിൻ്റെ അടുക്കൽ വന്ന് കരയണ്ട എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്നെനിക്കറിയില്ല. ഈ വാർത്ത, ഈ വചനം നിന്നെ തേടി വന്നു എങ്കിൽ നീ യേശു കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ സാഹചര്യം ഇതാണ്, ഇതൊന്ന് മാറ്റുവാൻ നീ എന്നെ സഹായിക്കണമേ. നയീൻ പട്ടണത്തിലെ വിധവയുടെ ആ മകൻ്റെ മരണത്തിൽ നിന്ന് അവനെ ജീവൻ കൊടുത്ത യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു പുനരുദ്ധാനം, ഒരു ജീവൻ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ സഹായിക്കും. ഇന്ന് ഈ വചനങ്ങൾ അതിന് മുഖാന്തരമായി തരട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിനെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു കർത്താവെ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവെ, മരിച്ചെടുത്ത് ജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന സർവശക്തിയുള്ള കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ബലമേൽപ്പിക്കണം. നീ വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. വിശേഷിച്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. മഹത്വമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ.